അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ സൈന്യം നടത്തിയ പരസ്യ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകൾ വെറും പൊള്ളയായ പ്രസ്താവനകൾ മാത്രമാണെന്ന് വിശേഷിപ്പിച്ച ഇറാൻ, വാഷിംഗ്ടണിന്റെ ഇത്തരം വെല്ലുവിളികൾ പശ്ചിമേഷ്യയിൽ അമേരിക്ക നേരിടുന്ന പരാജയങ്ങളുടെ ആഴമാണ് വെളിപ്പെടുത്തുന്നതെന്ന് പരിഹസിച്ചു. കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം തുടരുമെന്ന സൂചന നൽകുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ സ്വാധീനം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് ഇറാന്റെ ഈ പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നത്. ട്രംപിന്റെ താക്കീതുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ സ്വന്തം സൈനിക കരുത്തിലുള്ള വിശ്വാസമാണ് ഇറാൻ കമാൻഡർമാർ പ്രകടിപ്പിക്കുന്നത്. ഓരോ തവണ അമേരിക്ക ഇറാനെതിരെ തിരിയുമ്പോഴും അതവർക്ക് പുതിയ തിരിച്ചടികളും നാണക്കേടുമാണ് സമ്മാനിക്കുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. മേഖലയിലെ US ഇസ്രായേൽ താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള തങ്ങളുടെ ആക്രമണങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകില്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ട്രംപ് ഭരണകൂടം മുൻപ് സ്വീകരിച്ചിരുന്ന മാക്സിമം പ്രഷർ നയം പരാജയപ്പെട്ടതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട വീഡിയോയിൽ ട്രംപിന്റെ മുൻകാല പ്രസ്താവനകളെയും നിലവിലെ സാഹചര്യങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് പരിഹാസ രൂപേണയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു സൈനിക പ്രതികരണം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രം കൂടിയാണ്. ഇറാന്റെ സൈനിക മേധാവികൾ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ നീക്കവും അവർക്ക് വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രയേലുമായുള്ള അമേരിക്കയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കുന്നുണ്ടെന്നും എന്നാൽ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ തങ്ങൾ സജ്ജമാണെന്നുമാണ് ഇറാന്റെ നിലപാട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രംപിനെ പോലൊരു നേതാവിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് ഇറാൻ തങ്ങളുടെ പ്രതിരോധ വ്യൂഹം എത്രത്തോളം വിപുലപ്പെടുത്തി എന്നതിന്റെ തെളിവാണ്. വാർത്താവിനിമയ രംഗത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ വാർത്ത വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ വെറും പ്രതിരോധമല്ലെന്നും മറിച്ച് തന്ത്രപരമായ കടന്നാക്രമണങ്ങളാണെന്നും സൈനിക വിദഗ്ധർ നിരീക്ഷിക്കുന്നു. US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചേക്കാവുന്ന തരത്തിലുള്ള നാണക്കേടായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളമാണിത്. ജനീവ കൺവെൻഷനുകൾ പ്രകാരം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ ജനതയെ ഭയപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾക്കിടയിലും തങ്ങളുടെ മണ്ണിൽ ബോംബാക്രമണം നടന്ന ചരിത്രമുള്ളതിനാൽ ട്രംപിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറായില്ല. വെറും ഒരു വെടിനിർത്തലിലൂടെ സമയം നീട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം ഭാവിയിൽ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന കൃത്യമായ ഉറപ്പാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും നിലനിൽക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ യുവജനതയുടെ പോരാട്ട വീര്യം അമേരിക്കയുടെ അത്യാധുനിക മിസൈലുകളെക്കാൾ കരുത്തുള്ളതാണെന്ന് ഇറാൻ തെളിയിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രത്തെ മുഴുവൻ തകർക്കുമെന്ന ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം 10 പോയിന്റ് ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ നിലപാട് അധിനിവേശ രാഷ്ട്രീയത്തിനെതിരായ ശക്തമായ പ്രതിരോധമാണ്. ഇറാനിലെ യുവാക്കൾ രൂപീകരിക്കുന്ന ശോഭനമായ ഭാവിക്കായുള്ള മനുഷ്യ ശൃംഖല കേവലം ഒരു പ്രതീകാത്മക പ്രതിഷേധമല്ല, മറിച്ച് അത് ലോകമെമ്പാടുമുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്കും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾക്കും പുതിയൊരു ഇന്ധനമാണ് പകരുന്നത്. തങ്ങളുടെ മാതൃഭൂമിയുടെ ഓരോ അണുവിലും അധിനിവേശത്തിന്റെ നിഴൽ വീഴാതിരിക്കാൻ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ഈ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മുന്നിൽ അമേരിക്കയുടെ അത്യാധുനിക F-15 യുദ്ധവിമാനങ്ങൾക്കും സ്റ്റെൽത്ത് മിസൈലുകൾക്കും എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇറാനിയൻ ജനത സ്വാതന്ത്ര്യത്തിനായി കഷ്ടപ്പെടാൻ തയ്യാറാണെന്നും നിലവിലെ ഭരണകൂടത്തെ താഴെയിറക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും
യഥാർത്ഥത്തിൽ ആ ജനത ആഗ്രഹിക്കുന്നത് വിദേശ ശക്തികളുടെ അടിച്ചേൽപ്പിക്കലുകളില്ലാതെ സ്വന്തം തീരുമാനങ്ങൾ സ്വയം കൈക്കൊള്ളാൻ കഴിയുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും ആണവ പരീക്ഷണങ്ങളുടെയും പേരിൽ ഇറാനെ ലോകത്തിനു മുന്നിൽ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും പട്ടിണിയും അതിക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങളും കൊണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചരിത്രം ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ്. ശതാബ്ദങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കിടയിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും പ്രതിരോധ രംഗത്തും ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ പാശ്ചാത്യ ശക്തികൾക്കുള്ള കൃത്യമായ മറുപടിയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്ത്യശാസനങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം വൈദ്യുത നിലയങ്ങൾക്കും പാലങ്ങൾക്കും ചുറ്റും കൈകോർത്തു നിൽക്കുന്ന യുവാക്കൾ ലോകത്തിന് നൽകുന്ന സന്ദേശം അതിശക്തമാണ്. അത് തങ്ങളുടെ രാജ്യത്തെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള ഇച്ഛാശക്തിയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ഒരു ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന സാഹചര്യത്തിലും സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ സംരക്ഷിക്കാനും വരും തലമുറയ്ക്കായി ഒരു ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കാനും ഇറാനിലെ യുവ കലാകാരന്മാരും വിദ്യാർത്ഥികളും കായിക താരങ്ങളും കാണിക്കുന്ന ഈ ഐക്യം അധിനിവേശ രാഷ്ട്രീയത്തിന്റെ പതനത്തിന്റെ തുടക്കമായി വേണം കരുതാൻ. വിദേശ കടന്നുകയറ്റങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഒരു ജനതയുടെ സ്വപ്നങ്ങളെ തടയാനാവില്ലെന്ന പ്രഖ്യാപനമാണ് ഇറാനിലെ ഓരോ തെരുവിലും ഇന്ന് മുഴങ്ങിക്കേൾക്കുന്നത്.